ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ദേവാലയത്തിൽ നടക്കുന്ന KLCയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് വികാരിയച്ഛൻ ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. തുടർന്ന് വിജയൻ രൂപതയുടെ പ്രതിനിധിയായി കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന എബി കുന്നേപ്പറമ്പിൽ മെസ്സേജ് നൽകും. അതുപോലെ തന്നെ രൂപത പ്രസിഡന്റ് സണ്ണി കൊച്ചുവപ്പിൽ സംസാരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഇടവികാരി ഫാദർ ജോസഫ് കാനപ്പള്ളി ആയിരിക്കും ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ ഇവിടെ KLCയെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ പ്രോഗ്രാം കാണാനായിട്ട് ക്ഷണിക്കാം. യെസ് സെക്രട്ടറി പോവുകയാണോ? ഞങ്ങളെ പാക്കിൽ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജോസഫ് കാനപ്പള്ളി അച്ഛൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇത് KLCയുടെ 54-ാം ജന്മദിനമാണ്. അതിനോടനുബന്ധിച്ചു നമ്മുടെ സംസ്ഥാനമൊട്ടാകെ എല്ലാ KLC യൂണിറ്റുള്ള ഇടവകളിലും പതാക ഉയർത്തി JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് വായിച്ചാണ് ഇത് സംസ്ഥാന സമിതി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടവകയിൽ അച്ഛനിപ്പോൾ പതാക ഉയർത്തി ആമുഖമായി അച്ഛൻ നമ്മളോട് സംസാരിക്കും. ജയ് ജയ് KLCയെ, ജയ് ജയ് KLCയെ, ജയ് ജയ് KLCയെ, ജയ് ജയ് KLCയെ. പ്രിയമുള്ളവരെ, കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഒരു സംഘടനയാണ് നമുക്കറിയാവുന്ന പോലെ KLCയെ സംഘടിച്ച് ശബ്ദമുയർത്തുമ്പോഴാണ് ന്യായമായ പല ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുക. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോശി കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ട സംഭവം തന്നെ. ഒത്തിരിയേറെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് അങ്ങനെ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട് വിശദമായ പഠനങ്ങളെല്ലാം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അനേകം വർഷങ്ങൾ അത് ഇങ്ങനെ അവരെ ഇരിക്കുകയായിരുന്നു. കാരണങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോൾ അത് തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചതെന്ന് ഭയന്നിട്ടായിരിക്കണം സർക്കാർ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടനുസരിച്ചുള്ള പല കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിച്ചു. പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ടില്ല. അത് എല്ലാം വ്യക്തമാക്കുന്നത് നാം ഒരുമിച്ച് നിന്ന് നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ മാത്രമാണ് അതിന് പരിഹാരം ഉണ്ടാവുക. എത്ര വലിയ അനീതി അനുഭവിക്കുന്നവരാണെങ്കിലും അത് മിണ്ടാതിരുന്നാൽ അതങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആവശ്യമായ കാര്യമാണ്. നിന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ട നീതിപരമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് പിന്മാറാനൊക്കെ സർക്കാരും അതിനോട് അനുബന്ധിക്കപ്പെട്ട മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ ഗവനിച്ചതായിരുന്നു വരും. അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് അർഹമായ അംഗീകാരവും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ സജീവമായി നിലനിൽക്കേണ്ടതും വളരേണ്ടതും ആവശ്യമാണ്. ഈ ഒരു ദിനത്തിൽ നമുക്കതിനെക്കുറിച്ച് ബോധവാന്മാരാകാം. ഈ ദിനത്തിൽ KLCയുടെ ഈ സ്ഥാപക ദിനത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന യൂണിറ്റും കേരളത്തെമ്പാടുമുള്ള KLCയുടെ എല്ലാ യൂണിറ്റുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, അച്ഛനോട് സൂചിപ്പിച്ചതുപോലെ തന്നെ
KLCA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എബി കുന്നേപ്പറമ്പിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സർക്കാരിന് മുന്നിൽ നിൽക്കുന്നതിനായി ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച് പഠിക്കുന്നതിനുമായി 2020 ഒരു കമ്മീഷൻ രൂപീകരിച്ച സർക്കാർ. JB കോശി പാറ്റ്ന ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ IAS ഉള്ള അലക്സാണ്ടർ സാറും IPS ഉള്ള കുന്നു സാറും ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അത് ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും സിറ്റിംഗ് നടത്തുകയും നമ്മുടെ പള്ളിയിലും നമ്മൾ അതിൻ്റെ ഒരു യോഗം കൂടുകയും നമ്മുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് സർക്കാരിൽ നിവേദനം വെക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി 45,000 അപേക്ഷകളാണ് കമ്മീഷന് മുൻപിൽ വന്നത്. ആ കമ്മീഷൻ അത് വളരെയേറെ നന്നായി പഠിക്കുകയും അതിനുശേഷം സർക്കാരിന് മുൻപിൽ ആ കമ്മീഷൻ 284 ആയി അത് ക്രോഡീകരിച്ചുകൊണ്ട് നൽകുകയും അത് ഗവൺമെൻറ് ഈ അവസാന സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനമായ ക്യാബിനറ്റിൽ അതിന് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി 1947 മുൻപ് മാത്രം ജനിച്ച ലത്തീൻ കത്തോലിക്കർക്ക് മാത്രമേ ഉള്ള സംവരണം ലഭ്യമാകുകയുള്ളായിരുന്നു. അത് തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിക്കൊണ്ടാണ് അത് തീരുമാനമായത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മണിക്കൂറുകളോളം പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ നമ്മുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ പിന്നോക്ക അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ക്ലാസ് ആയിട്ടൊന്ന് നടത്തണമെന്നായിരുന്നു സംസ്ഥാന തലത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്കൊരു ക്ലാസ് നടത്താനുള്ള സമയമൊന്നുമില്ല. ഈ എല്ലാവരും തിരക്കും ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ആണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം വന്ന് ഇവിടെ ഒരു ക്ലാസ് നമ്മളൊരു ക്രമീകരിക്കുന്നതായിരിക്കും. ഈ നമ്മുടെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്കിന് ഒരു ക്ലാസ് നടത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകും. നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് നഷ്ടമുണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് നമ്മൾ പിന്നോട്ട് പോകുന്നത്, ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കുറവുകൾ ഉണ്ടാകേണ്ടത്, നമുക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാതെ പോകുന്നു, നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു, ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു, നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. അങ്ങനെ സമസ്ത മേഖലയിലും നമ്മുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. നമ്മുടെ കടൽ തീരത്ത് വസിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ വള്ളവും വലയും ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരുപാട് ദുഃഖങ്ങളും ദുരന്തങ്ങളും കടൽ തീരത്ത് താമസിക്കുന്നവർ അനുഭവിക്കുന്നു. അവരെ കുടിയിറക്കപ്പെടുമ്പോൾ അവർക്ക് പുനർഗേഹം വഴി സർക്കാർ വീട് വെച്ച് നൽകുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴും അവർക്ക് ഈ വള്ളവും മലയും എവിടെ വെക്കും എന്നുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ മലയോര മേഖലയിലാണെങ്കിൽ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ, നമ്മുടെ പല പള്ളികളിലും വഴികൾ ഈ റവന്യൂ ഭൂമിയായി കിടക്കുന്നു. അപ്പോൾ വഴികളില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒറ്റക്കെട്ടായി KLCയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ ഈ സമുദായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുഴുവൻ ലത്തീൻ കത്തോലിക്കരും അതിൻ്റെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ഈ സമുദായം ഒറ്റക്കെട്ടായി വളരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രണ്ട് വാക്കുകളും ഇതിൽ നന്ദി പറയുന്നതിനായി ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ ക്ഷണിച്ചുകൊള്ളുന്നു. ജോസഫ് സെബാസ്റ്റ്യൻ വിജയൻ രൂപതയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, കമ്മീഷനുകൾ പലതും വരും. പക്ഷേ ആ കമ്മീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നമ്മൾ ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതിനുവേണ്ടിയാണ് KLCA പ്രസ്ഥാനം തങ്ങളുടെ അംഗങ്ങളെ ബോധവൽക്കരിക്കുകയും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന JB കമ്മീഷന്റെ നടപടികൾ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി എല്ലാ രൂപതകളിലും എല്ലാ ഇടവകളിലും ജാഗ്രതാ സമിതി രൂപീകരിച്ചിരിക്കണം. നമ്മുടെ ഇടവകയിലും അത് സാധ്യമാക്കണം. നിങ്ങളെല്ലാവരുടെയും സഹകരണം അതിനുണ്ടാകണം. ഈ പതാക പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിക്കുന്നു.